നമസ്കാരം. ഈ വരുന്ന ഓഗസ്റ്റ് മാസം അവിട്ടം അവസാന 30 നാഴിക, ചതയം പൂരുരുട്ടാതി ആദ്യ 45 നാഴിക ഇവ ചേർന്ന കുംഭക്കൂറിനെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമായി കാണുന്നില്ല. ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സ്ഥിതിയാണ്. വിചാരിക്കുന്നത് പോലെ പെട്ടെന്നെല്ലാം നടക്കണമെന്നൊന്നുമില്ല. പലവിധ തടസ്സങ്ങൾ ഉണ്ടാകാം. നിങ്ങൾക്ക് യാത്രാക്ലേശമോ അലച്ചിലോ അനുഭവപ്പെട്ടേക്കാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് കാലതാമസം അനുഭവപ്പെടും. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും തടസ്സങ്ങളും കാര്യപരാജയങ്ങളും നഷ്ടങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധാപൂർവം മുമ്പോട്ട് പോകേണ്ട ഒരു കാലഘട്ടവും കൂടിയാണ് ഇത്. കച്ചവട രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ വന്നേക്കാം. കരുതലോടെ വേണ്ടത് ചെയ്യുക. പുതിയ സംരംഭങ്ങൾക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ശ്രദ്ധാപൂർവം പഠിച്ച് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ് ചുരുങ്ങിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ ഫലപ്രദമാക്കുന്നതിനാവശ്യമായ പഠനങ്ങൾ നടത്തി മുമ്പോട്ട് പോകണം. പണമിടപാടുകൾ വളരെ ശ്രദ്ധിച്ച് നടത്തണം. കുട്ടികൾ പഠനകാര്യങ്ങളിൽ കുറെ കൂടി സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ഫലമുണ്ടായെന്ന് വരില്ല. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പല മാറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. നിങ്ങളുടെ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ശ്രദ്ധ വെച്ചു പുലർത്തേണ്ടതായിട്ട് കാണുന്നുണ്ട്. വിവാഹ ആലോചനകൾ അധികം വൈകാതെ തീരുമാനമാകാനുള്ള സാധ്യതയുണ്ട്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ അനുഭവപ്പെടും. കാർഷിക രംഗത്തുള്ളവർക്കും ഗുണങ്ങൾ വന്നേക്കാം. വിവിധ മേഖലകളിൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ തീരുമാനമെടുക്കുമ്പോൾ വളരെ ചിന്തിച്ച് തന്നെ ചെയ്യുക. വിദേശ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ ജോലിയിൽ പല അബദ്ധങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പിന്നീട് നിങ്ങളുടെ ജോലിയെ തന്നെ ബാധിക്കാം. അപ്പോൾ ഇപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിക്കുക. വളരെ സൂക്ഷ്മതയോടുകൂടി മുമ്പോട്ട് പോവുക. സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കാണേണ്ടത് ആവശ്യമാണ്.